ആയാലും SDPI പ്രവർത്തകർ ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് NIA. അപ്പോൾ ഇത് ഒരു മതേതര പാർട്ടിയാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും അത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിങ് ആയതുകൊണ്ട് ഇസ്ലാമിക് മത തീവ്രവാദം വളർത്തുവാൻ SDPI എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്താഗതി പരക്കെ പരന്നിട്ടുണ്ട്. എന്തായാലും SDPI പ്രവർത്തകർ രാജ്യദ്രോഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, തിഹാർ ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നാം, പുറത്ത് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും മലപ്പുറം കേന്ദ്രീകരിച്ച് നല്ല റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈലും മലപ്പുറത്ത് SDPI പ്രവർത്തകരുടെ വീടുകളിൽ ശക്തമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പേർ കസ്റ്റഡിയിൽ എന്നുള്ളത് കേരള കൗമുദിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് NIA ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. കാരണം രാജ്യദ്രോഹം ചെയ്യുന്നവരെയും രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയും മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കൃത്യമായും ഈ രാജ്യത്ത് തന്നെ പുറത്താക്കണം. ദേശത്തോട് കൂറില്ലാത്തവരെയും രാജ്യത്തിന് വേണ്ടി നിൽക്കാത്തവരെയും ഈ ദേശം തന്നെ തല്ലി ഓടിക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്.